ഇന്ന് നമുക്കൊരു ബീഫ് കറിയുടെ റെസിപ്പി നോക്കിയാലോ? അതിന് മുമ്പായിട്ട് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത്. ആ ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വഴി ലഭിക്കുമേ. അപ്പോൾ അതേ ബീഫൊക്കെ നമ്മളത് കഴുകി വൃത്തിയാക്കിക്കൊണ്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പും മസാലപ്പൊടിയും പിന്നെ പച്ചമുളകും വേപ്പിലയും തക്കാളിയും കൂടി ഇട്ട് നന്നായി കൈവച്ച് തിരുമ്മി എടുത്തിട്ടുണ്ട്. കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റും കൂടി ഇട്ട് നന്നായിട്ട് തിരുമ്മിത് നമ്മൾ കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ആ സമയം കൊണ്ട് ഇറച്ചിക്ക് ഇത് കിഴങ്ങ് ഞാൻ ഒരു സൈഡിൽ വേകാൻ വെച്ചിട്ടുണ്ട്. ഇപ്പുറത്തെ അടപ്പയിൽ ഇത് ഞാൻ ബീട്രൂട്ടും കിഴങ്ങും കൂടി മെഴുക്കുവരട്ടി ആക്കുന്നുണ്ട്. അപ്പോൾ അതേ നമ്മുടെ ബീഫൊക്കെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ വിസിൽ പോകാനായിട്ട് ഞാൻ കുക്കർ എടുത്ത് താഴെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മസാല റെഡിയാക്കാനായിട്ട് ചട്ടി അടപ്പത്ത് വെച്ചിട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് സവാളയും പച്ചമുളകും വേപ്പിലയും കൂടി ഇട്ടൊന്ന് വഴറ്റിയേ, കുറച്ച് ഉപ്പും കൂടെ ഇട്ട് അത് കഴിഞ്ഞൊന്ന് വഴണ്ട് വന്നപ്പോഴത്തേക്ക് അതിനകത്ത് ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ചതച്ചതും കൂടെ ഞാൻ ഇട്ടിട്ടുണ്ട്. അതൊന്ന് അത്യാവശ്യം നല്ല രീതിയിൽ മൂത്ത് വന്നപ്പോഴത്തേ പൊടികളായ മഞ്ഞൾപ്പൊടിയും മുളക് പൊടി, കാശ്മീരി ചില്ലിയും കുരുമുളക് പൊടിയും മസാലപ്പൊടി നമ്മളിവിടെ വീട്ടിൽ പൊടിച്ച മസാലപ്പൊടി കേട്ടോ ഞാൻ ഇടുന്നത്. വേറെ പൊടികളൊന്നും ഞാൻ ഇട്ടിട്ടില്ല കേട്ടോ ഈ കൂട്ടത്തിൽ. അപ്പോൾ അതൊക്കെ കൂടി ഇട്ടത് നമ്മൾ നന്നായിട്ട് മൂപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ പൊടികളൊക്കെ ഇവിടെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കുക്കറിൻ്റെ ബിസിലിൻ്റെ ആവിയൊക്കെ പോയി നമ്മുടെ ഇറച്ചി നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ആ മസാലയിലേക്ക് നമ്മുടെ ഇറച്ചിയൊക്കെ ഞാൻ തട്ടിയിട്ടിട്ടുണ്ട്. അപ്പോൾ ആ കുക്കർ കഴുകി കുറച്ച് വെള്ളവും കൂടെ ഞാൻ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ അതിൻ്റെ അകത്ത്. അപ്പോൾ നമ്മുടെ കറിയൊക്കെ ഇവിടെ തിളച്ച് വന്ന സമയത്ത് വേവിച്ച് വെച്ച് ഉരുളക്കിഴങ്ങും കൂടി നമ്മൾ അതിൻ്റെ അകത്ത് ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കുന്നുണ്ട്. ഇതിൽ ഞാൻ തക്കാളി ഇട്ടിട്ടില്ല കേട്ടോ. കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ വേവിക്കാൻ വെച്ച സമയത്ത് ഞാൻ തക്കാളി ഇട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ താളിക്കാൻ തക്കാളി ഞാൻ ഇടാഞ്ഞത്. അപ്പോൾ നമ്മുടെ കറിയൊക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് കൊള്ളാമെങ്കിലും കൊള്ളത്തില്ലെങ്കിലും കമൻറ്റ് ബോക്സിൽ പറയാൻ മറക്കരുത് കേട്ടോ.